സംഘർഷ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ സേനാ വിന്യാസം വർദ്ധിപ്പിച്ചിരിക്കുന്നു. 20 കമ്പനി CRPF-നെ കൂടി അധികമായി വിന്യസിക്കും. 4 പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനുകൾ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അടച്ചു. ജൻപത്ത്, രാജീവ് ചൗക്ക്, പട്ടേൽ ചൗക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളാണ് അടച്ചത്. TS ആദർശ് ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ആദർശ്, കഴിഞ്ഞ 2 ദിവസം വലിയ ആക്രമണമാണ് ഈ പാറ്റകളുടെ പേരിൽ അവിടെ നടന്നത്. അപ്പോൾ ഇനിയും അവസരം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പൊതുജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ആക്രമണവും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ഈ കൂട്ടർ ശ്രമിക്കുമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ കൂടുതൽ കേന്ദ്രസേനയെ ഡൽഹി നഗരത്തിൽ വിന്യസിക്കുന്നത്? ഒപ്പം പ്രധാനപ്പെട്ട 4 സ്റ്റേഷനുകൾ അടച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് സേനാ വിന്യാസം വർദ്ധിപ്പിക്കുകയാണ്. 20 കമ്പനി CRPF-നെ കൂടി വിന്യസിക്കും. പശ്ചിമ ബംഗാളിൽ നിന്നും CRPF-നെ കൂടുതലായി ഡൽഹിയിലേക്ക് എത്തിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജൻപത്ത്, രാജീവ് ചൗക്ക്, പട്ടേൽ ചൗക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ പാർലമെന്റ് പ്രധാനപ്പെട്ട ഗേറ്റുകളുമായി ബന്ധിപ്പിക്കുന്ന മെട്രോ സ്റ്റേഷനുകളും ഇപ്പോൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. TS ആദർശ് ഡൽഹിയിൽ നിന്നും ചേരുന്നു. ആദർശ്, ഈ മെട്രോയിലും മറ്റും വന്ന് ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണോ ഇപ്പോൾ ഈ തന്ത്രപ്രധാന മേഖലയിലുള്ള 4 പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനുകൾ അടച്ചിരിക്കുന്നത്? ഒപ്പം കൂടുതൽ CRPF-നെ നഗരത്തിൽ വിന്യസിച്ചതായി മനസ്സിലാക്കാൻ കഴിയും. രാജ്യതലസ്ഥാനത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് 20 കമ്പനി CRPF-നെ അധികമായി വിന്യസിക്കുകയാണ്. ബംഗാളിൽ നിന്നും കൂടുതൽ CRPF-നെ ഡൽഹി നഗരത്തിലേക്ക് എത്തിക്കുന്നു. 20 കമ്പനി CRPF-നെ രാജ്യതലസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ വിന്യസിക്കാനാണ് തീരുമാനം. കൂടാതെ നേരത്തെ സൂചിപ്പിച്ച 4 പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനുകൾ താൽക്കാലികമായി അടയ്ക്കാനും തീരുമാനമായി. ആദർശ് TS ഉണ്ട് വിവരങ്ങളുമായി. ആദർശ്, ഈ 4 മെട്രോ സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് പാർലമെൻറ്റുമായി അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഗേറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണല്ലോ. ആ 4 സ്റ്റേഷനുകൾ താൽക്കാലികമായി അടച്ചിരിക്കുന്നു. ഒപ്പം കൂടുതൽ സേനയെ ഇപ്പോൾ ഡൽഹി നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ വിന്യസിച്ചിരിക്കുകയാണ്. ഗൗതം, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ മെട്രോ സ്റ്റേഷനുകൾ അടച്ചു എന്നാണ്. ചില വിവരങ്ങൾ ഈ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്നതനുസരിച്ച് ഇപ്പോൾ 10-ലേറെ മെട്രോ സ്റ്റേഷൻ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇത് സംബന്ധിച്ച് ഡൽഹി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. കൂടുതലായി സമരക്കാർ, പ്രത്യേകിച്ച് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ പ്രവർത്തകരെ ഇവിടേക്ക് എത്തിക്കുവാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരമൊരു തീരുമാനമെടുക്കുന്നതിന് ഡൽഹി മെട്രോയ്ക്ക് നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ കാരണങ്ങളാലാണ് കൂടുതൽ സ്റ്റേഷനുകൾ അടയ്ക്കുന്നതെന്നാണ് ഡൽഹി മെട്രോ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ജന്തർ മന്ദറിലെ ഈ ഒരു പാറ്റാക്കൂട്ടം അവർ വലിയ അക്രമത്തിലേക്ക് നീങ്ങുന്നതിന് തടയിടുവാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് പോലീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അർദ്ധസൈനിക വിഭാഗത്തെയും ഡൽഹിയിൽ വിന്യസിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്ന് 20 യൂണിറ്റ് CRPF-നെ എത്തിക്കുന്നതിനുള്ള നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ പാറ്റാ സമരം വലിയ ഒരു ആക്രമത്തിലേക്ക് നീങ്ങുന്നതിന് തടയിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഡൽഹി പോലീസ് നിലയുറപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ 2 ദിവസമായിട്ട് ഇവർ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാർലമെൻറ്റ് മാർച്ചിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ നഗരത്തിൽ വിവിധ ഇടങ്ങളിലായി സംഘടിച്ച ഈ കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്നതിന് പോലീസിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ലക്ഷ്യമിട്ടതുപോലുള്ള വലിയ ഒരു അക്രമത്തിന് ഡൽഹി സാക്ഷ്യം വഹിച്ചിട്ടില്ല. എന്തായാലും വലിയ ആക്രമണത്തിനാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി പദ്ധതിയിടുന്നതെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഇത് സംബന്ധിച്ച് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും പ്രചരിച്ച ചില സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി പോലീസ് ഇത് സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ഡൽഹി പോലീസ് ഡൽഹി നഗരത്തിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തുന്നത്. അത് ജന്തർ മന്ദറിലോ പാർലമെൻറ്റ് സ്ട്രീറ്റിലോ മാത്രം ഒതുങ്ങുന്നില്ല. റെയ്സീന റോഡ്, നോർത്ത് അവന്യൂ, പ്രസ് ക്ലബ്ബ് റോഡ് അടക്കമുള്ള എല്ലാ ഇടങ്ങളിലും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ചില വിഘടനവാദ സംഘടനകൾ ഈ സമരത്തെ
സമരത്തിൻ്റെ മറവിൽ മുതലെടുപ്പിനുള്ള ശ്രമം നടത്തുന്നതായിട്ടുള്ള ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ് ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഡൽഹി പോലീസ് കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്ത 70 പേരെ കുറിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ഇവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഇടത് തീവ്രവാദ സംഘടനകളുമായിട്ടും ജിഹാദി സംഘടനകളുമായിട്ടും ഖാലിസ്ഥാൻ സംഘടനകളുമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും ഡൽഹി പോലീസ് നടത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 8ഓളം പേർക്ക് ഖാലിസ്ഥാൻ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള സംശയം ഡൽഹി പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇത് സംബന്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഡൽഹി നഗരത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഡൽഹി പോലീസ് സ്വീകരിക്കുന്നത്. ഗൗതം.